ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വീണ്ടും വീണ്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്താ മാധ്യമങ്ങൾ നിറയെ അടൂർ പ്രകാശ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവായിരുന്നു നിറഞ്ഞു നിന്നത്. അതുമാത്രമല്ല, അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും ഒക്കെ അടങ്ങുന്ന ഗ്രൂപ്പ് ഫോട്ടോ സഹിതം ചർച്ചാ വിഷയമായതാണ്. ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് എങ്ങോട്ടാണെന്ന് വ്യക്തമായി തന്നെ പറയുവാൻ സാധിക്കും. കൃത്യമായി കോൺഗ്രസ് കുടുംബ രാഷ്ട്രീയ നേതാക്കന്മാർക്കൊക്കെ സ്വർണ്ണ കള്ളക്കടത്തുമായി, ശബരിമലയിലെ സ്വർണ്ണ കള്ളക്കടത്തുമായി കൃത്യമായ ബന്ധമുണ്ടെന്നുള്ള വസ്തുതകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്കാണ് ഇപ്പോഴിതാ പുതിയൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത്. അതും ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ്. 2019 തന്നെ ശബരിമലയിലെ വ്യാളി രൂപവും അതുപോലെ തന്നെ ശിവരൂപവും ഈ പറയുന്ന കള്ളന്മാർ, കൊള്ളക്കാർ അടിച്ചു മാറ്റിയിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഈ ഒരു അവസരത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അടൂർ പ്രകാശ് അടങ്ങുന്ന, സോണിയാഗാന്ധി അടങ്ങുന്ന ഒരു വലിയ സംഘം തന്നെ, കൊള്ള സംഘം തന്നെ ഈ ശബരിമല കൊള്ളയ്ക്ക് പിന്നിലുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന തെളിവുകൾ തന്നെയാണ് പുറത്തുവന്നത്. അത് ചില ഫോട്ടോകളുടെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ, അതിലും അപ്പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധങ്ങളാണെങ്കിൽ അങ്ങനെ. എന്തായാലും ശരി, ഓരോ ദിവസങ്ങൾ കടന്നു പോകുന്നതോറും ശബരിമലയ്ക്കുള്ളിൽ നിന്നും എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ശബരിമലയെ എങ്ങനെയൊക്കെ ഇവർ കൊള്ളയടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ളതിന്റെ ഞെട്ടിക്കുന്ന തെളിവുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഒരു കാര്യം എടുത്തു പറയാം, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആ വ്യക്തിയുമായി അടൂർ പ്രകാശിന് എങ്ങനെയാണ് ബന്ധം എന്ന മാധ്യമങ്ങൾ അടൂർ പ്രകാശിനോട് ചോദിച്ചപ്പോൾ അടൂർ പ്രകാശിന്റെ മറുപടി അവിടെ ഇവിടെയൊക്കെയോ വച്ച് കണ്ടിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. എന്നാൽ SIT അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതിനെ തുടർന്ന് അടൂർ പ്രകാശിന്റെ നേരെ എത്തിയ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുന്ന അടൂർ പ്രകാശിന്റെ ശരീരഭാഷ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അല്ലെങ്കിൽ അടൂർ പ്രകാശിന്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം തന്നെ ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. അടൂർ പ്രകാശിന് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ വസ്തുതകൾ അറിയാം, അല്ലെങ്കിൽ ശബരിമല കൊള്ളയിൽ കൊള്ള ചെയ്യപ്പെട്ട സ്വർണം വിറ്റ തുകയോ അല്ലെങ്കിൽ ആ സ്വർണം എത്തിക്കേണ്ട കൈകളിൽ എത്തിച്ചു കൊടുത്തപ്പോൾ പ്രതിഫലമായി എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട് എന്നുള്ള മട്ടിലായിരുന്നു അടൂർ പ്രകാശിന്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം എന്നതും എടുത്തു ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതൊന്നുമല്ല പ്രധാനപ്പെട്ട വിഷയം. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് കോൺഗ്രസിന്റെ അധിപന്മാരായ ഗാന്ധി കുടുംബത്തിലേക്കാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ പറയുന്നത് പോലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സംശയത്തിന്റെ നിഴൽ നിൽക്കുന്ന എല്ലാ പേരുമായിട്ടും ഗാന്ധി കുടുംബത്തിന് ബന്ധമുണ്ടെന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു. ഇവർക്ക് പാലമായി മാറിയതാണ് സത്യത്തിൽ അടൂർ പ്രകാശ് എന്നുള്ള സംശയവും ഈ ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ശരി, ഇപ്പോൾ ശബരിമലയിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച്, കൃത്യമായ റിപ്പോർട്ടുകൾ അനുസരിച്ച് വ്യാളി രൂപവും അതുപോലെ തന്നെ ശിവരൂപവും അവിടെ നിന്നും അടിച്ചു മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ കൊള്ള ചെയ്തിട്ടുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. വരും ദിവസങ്ങളിൽ ഇതിലും വലിയ അഴിമതികൾ ശബരിമലയിൽ നടന്നിട്ടുണ്ട് എന്നതിന്റെ കൃത്യമായ രേഖകളും തെളിവുകളും പുറത്തു വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു കാര്യം കൂടി സംശയത്തിന് നേരിൽ തന്നെ നിൽക്കുന്നു. അടൂർ പ്രകാശ് എന്നുള്ള വ്യക്തിക്ക് എന്ത് ബന്ധമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ളത്? അതുപോലെ തന്നെ സോണിയാഗാന്ധിക്ക് എന്ത് ബന്ധമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ളത്? ഇവർ തന്നെയാണോ ശബരിമലയിലെ സ്വർണങ്ങളൊക്കെ ഒന്നടങ്കം കട്ടുമുടിപ്പിച്ചത് എന്നുള്ള ചോദ്യം കൂടി ഈ അവസരത്തിൽ ഉന്നയിക്കുകയാണ്.